ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ മുട്ടയും വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ കറിയൊന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ഇത് 1.5 കപ്പ് ഗോതമ്പ് പൊടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് പകരം മൈദ വേണമെങ്കിൽ എടുക്കാം, പക്ഷേ ഗോതമ്പ് പൊടിയിൽ ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവറോ വെളിച്ചെണ്ണയോ ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ സാധാരണ വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്. നല്ല സോഫ്റ്റ് ആവണ വരെ ഒന്ന് കുഴച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുത്തിട്ട് വരാം. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. ഇത് നമുക്ക് ഓയിലില്ലാണ്ടും ഓയിലും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇതിലേക്ക് നമുക്ക് മുട്ടയുടെ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കണം. അപ്പോൾ ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മുട്ടയിലേക്ക് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത് ചേർത്താലും മതി. അതുപോലെ തന്നെ ചെറിയ കഷ്ണം ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു കഷ്ണം സവാള ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്. അപ്പോൾ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിതിന് കറിയൊന്നും ഇല്ലാതെ ചുമ്മാ ചായയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ളത് നമുക്ക് പരത്തിയിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു അരമണിക്കൂർ ഈ കുഴച്ചതൊന്ന് മാറ്റി വെച്ചോളൂ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. ചപ്പാത്തിക്ക് എടുക്കുന്ന അത്രയും വലുപ്പത്തിൽ വേണ്ട, കുറച്ച് വലുപ്പം മതി. അപ്പം ഞാനിത് എല്ലാ ബോൾസും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഉണ്ടാവും കേട്ടോ. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 പേർക്ക് കഴിക്കാനുണ്ടാവും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് പൊടിയിട്ടിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാനിത് ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. നിങ്ങൾക്ക് എണ്ണ വേണ്ടെങ്കിൽ ചപ്പാത്തി പോലെ ചുട്ടെടുക്കാം, പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഒരുപാട് തിന്നല്ല, എന്നാലും നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്നില്ലേ, അതേപോലൊക്കെ തന്നെയാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുഴക്കുന്ന സമയത്ത് കുറച്ച് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ അതിന് പകരം കുറച്ചുകൂടെ കാണാൻ ഭംഗിയുണ്ടാവും ഇങ്ങനെ ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് പരത്തിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് അതിൽ പിടിച്ചിരുന്നോളൂ. അപ്പം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഞാൻ കുറച്ച് വെള്ളം തൊട്ടിട്ട് ഒന്ന് നനവാക്കി കൊടുക്കുന്നുണ്ട്. നമുക്കിത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പൂരിയുടെ വലുപ്പത്തിൽ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ പൂരിനേക്കാൾ ഇത്രയും കൂടെ വലുപ്പത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് 1-2 സ്പൂണ് നമ്മുടെ മുട്ടയുടെ ആ ഒരു ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. പുറത്തേക്ക് പോവാത്ത രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഹാഫായിട്ടൊന്ന് മടക്കിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. വെള്ളമാക്കിയത് കൊണ്ട് തന്നെ പ്രസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഒട്ടിക്കോളും. ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിത് എടുത്ത് വെക്കുന്നതിനേക്കാളും നല്ലത് ഇതങ്ങനെ ഡയറക്റ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. ഒരുപാട് എണ്ണം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് പൊരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി പൊരിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഓയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാവുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇടുന്ന സമയത്ത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്ക് ആ ഒരു നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത്യാവശ്യം നമ്മൾ പൂരിയൊക്കെ പൊങ്ങണ പോലെ തന്നെ പൊങ്ങി കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഒരുപാട് എണ്ണ കുടിച്ചിരിക്കുകയൊന്നുമില്ല. നമ്മൾ കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതും ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതേ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളൂടെ ക്ലിക്ക് ചെയ്യുക, എന്നാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇത് അത്യാവശ്യം കുറേ നേരം നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുക. ഒത്തിരി നേരം കഴിയുമ്പോൾ മാത്രമേ ഇതങ്ങോട്ട് സോഫ്റ്റ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കഴിക്കാൻ ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ കഴിച്ചാൽ മതി. ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.